കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആണ് അന്ത്യമുണ്ടായത്. സംസ്കാരം നാളെ ജന്മനാടായ കണ്ണൂർ ചൊക്ലിയിൽ നടക്കും. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജൂലൈ 31-നാണ് പുഷ്പനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നില വഷളായതോടെ ഓഗസ്റ്റ് 2-ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെ ഇന്നുച്ചയ്ക്ക് 3:30-ഓടെയാണ് അന്ത്യം. പുഷ്പന്റെ വിയോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുശോചിച്ചു. മനുഷ്യസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അനശ്വര പ്രതീകമായിരുന്നു പുഷ്പനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. നഷ്ടമായത് ധീരനായ പോരാളിയെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അനുശോചന സന്ദേശം. പോലീസ് നരനായാട്ടിന്റെ ഇരയായിരുന്നു പുഷ്പനെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ ഒരു ഭാഗത്ത് ഞങ്ങൾ ഉറപ്പിച്ചത് അങ്ങനെയായിരുന്നു. ഗതാഗത തടസ്സമുണ്ടാക്കിയില്ല. 2000 പേർ ഒത്തുകൂടിയുണ്ട്. ഇന്നിപ്പോ പോലീസിനെയെല്ലാം കുറ്റം പറയുന്നവ ഓർക്കുക, UDF ഭരണകാലത്തെ കിരാതമായ പോലീസ് നരനായാണ്. കേരളത്തിൽ സമാനതകളില്ലാത്തൊരു വെടിവെപ്പായിരുന്നു കൂത്തുപറമ്പ്. മിനി ജാലിയൻ ബാലാബാഗ് എന്ന് വിശേഷിപ്പിക്കാം. അത്രമാത്രമാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ അന്നത്തെ യുവജന പ്രവർത്തകന്മാർ, DYFIയുടെ പ്രവർത്തകന്മാർ വേട്ടയാടപ്പെട്ടത്. മൃതദേഹം നാളെ രാവിലെ 8 മണിയോടെ വിലാപയാത്രയായി സ്വദേശമായ കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലും ചൊക്ലിയിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ടോടെ വീട്ടുപരിസരത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും. News 18 കോഴിക്കോട്.